ഇന്ന് നമ്മൾ ചപ്പാത്തിക്കും ചോറിനും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കക്ക ഇറച്ചി ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്ക ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കക്ക അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റെയിൻ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കറിവേപ്പിലയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയും തേങ്ങാക്കൊത്തും ഇതിൽ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത 2 ഐറ്റം തന്നെയാണ്. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് പിന്നാലെ ചെറിയ ഉള്ളി, സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം. അപ്പോൾ സവാളയെല്ലാം അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആവശ്യത്തിന് മൊരിഞ്ഞു വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇടയ്ക്കിടെ ഇളക്കി യോജിപ്പിച്ച് മൊരിയിച്ചെടുക്കുക. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കക്ക ഇറച്ചി ഫ്രൈ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.